ചരിത്രം തിരുത്തിക്കുറിക്കാൻ അയാൾ വീണ്ടും വരികയാണ്. വിമർശനങ്ങൾക്ക് മുന്നിൽ 41-ാം വയസ്സിലും തളരാത്ത പോരാട്ട വീര്യവുമായി അയാൾ ഫുട്ബോൾ മൈതാനത്തിലെത്തുന്നത് ആ ഒരൊറ്റ സ്വപ്നത്തിന് വേണ്ടിയാണ്. ഒരു ലോകകപ്പ് ട്രോഫിക്കപ്പുറം ഫുട്ബോൾ ലോകത്ത് ഒന്നും ബാക്കി വയ്ക്കാത്ത ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത്തവണ പോർച്ചുഗലിനൊപ്പം ആ കിരീടം ചൂടിയാൽ ഫുട്ബോൾ ചരിത്രത്തിൽ അത് ഏറ്റവും വലിയ ഇതിഹാസ നിമിഷമായിരിക്കും. വിമർശിച്ചവർക്ക് മുന്നിൽ അയാൾ വീണ്ടും രാജാവായി മാറും. അന്ന് ഖത്തറിൽ നടന്ന ലോകകപ്പിൽ മൊറോക്കോയോട് തോറ്റ് ക്വാർട്ടർ ഫൈനലിൽ നിന്ന് പുറത്തായി ആ ടന്നലിലൂടെ കരങ്ങി നീങ്ങിയ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഈ ലോകം മുഴുവൻ കണ്ടതാണ്. അപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരും എഴുതിത്തള്ളി അയാളുടെ യുഗം അവസാനിച്ചുവെന്ന്. വിമർശനങ്ങളും പരിഹാസനങ്ങളും നാനാഭാഗങ്ങളിൽ നിന്ന് കേട്ടപ്പോഴും 37-ാം വയസ്സിൽ അയാൾ നേരിട്ട തിരിച്ചടിയിൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കരിയർ അവസാനിപ്പിക്കുമായിരുന്നു. പക്ഷേ വിമർശിച്ചവരും പരിഹസിച്ചവരും മറന്നുപോയൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ എവിടെയൊക്കെ വീണിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം ഒരു തിരിച്ചുവരവ് നടത്തി ശീലിച്ചവനാണ് 7-ാം നമ്പർക്കാരൻ. ക്രിസ്ത്യാനോയ്ക്ക് തോറ്റ ശീലമില്ല. നമ്മളൊന്ന് പിന്നോട്ട് നോക്കിയാൽ അറിയാം. 2022 ഡിസംബർ ലയണൽ മെസ്സി ലോകകപ്പ് ഉയർത്തിയ വർഷം. പിന്നീട് യൂറോപ്പ് വിട്ട് സൗദിയിലെ അൽ നസറിലേക്കുള്ള റൊണാൾഡോയുടെ മാറ്റം. അപ്പോഴും റൊണാൾഡോ നേരെ വിമർശനങ്ങൾ ഉയർത്തുന്നതിൽ ജനങ്ങൾ ഒട്ടും തന്നെ കുറവ് വരുത്തിയില്ല. അൽ നസറിലേക്ക് ചേക്കേറിയ റൊണാൾഡോ അവിടെ കാത്തുവെച്ചത് മറ്റൊരു ചരിത്രമായിരുന്നു. ഹാരി കെയ്ൻ, കിലിയൻ എംബാപ്പെ, ഹെർലിംഗ് ഹാലൻഡ് തുടങ്ങിയ യുവതാരങ്ങളെല്ലാം പിന്നിലാക്കി 2023 വേൾഡ് ഹയസ്റ്റ് ഗോൾ സ്കോറർ ഓഫ് ദ ഇയർ എന്ന നേട്ടം സ്വന്തമാക്കി. 54 ഗോളുകളായിരുന്നു ആ വർഷം ക്രിസ്ത്യാനോ റൊണാൾഡോ അടിച്ചുകൂട്ടിയത്. ഇത്തവണ 2026 ലോകകപ്പിൽ പോർച്ചുഗൽ എത്തുന്നത് വെറും ഒരു ടീമായിട്ടല്ല. ലോകത്തിലെ ഏറ്റവും മികച്ച യുവനിരകളെ കൂട്ടുപിടിച്ചാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ എന്ന ടീം നയിക്കുന്നത്. മധ്യനിരയിൽ ബ്രൂണോ ഫെർണാണ്ടസ്, പന്തിൽ തന്നെ മാന്ത്രികം കാണിക്കുന്ന ബെർണാർഡോ സിൽവ, ഒപ്പം വിത്തിൻഹ എന്ന മിഡ്ഫീൽഡർ, കൂടാതെ റാഫേലും റൂബൻ ഡിയാസും. തന്റെ കരിയറിലെ അവശേഷിക്കുന്ന ഒരേ ഒരു സ്വപ്നത്തിന് വേണ്ടി അയാൾ ആ ടീമിനെ നയിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ സിയു എന്ന മന്ത്രധ്വനി മുഴങ്ങുന്നു. പിന്നീട് കപ്പ് ആ കരങ്ങളിലേക്ക് കപ്പ് ഉയരുമ്പോൾ ഫുട്ബോൾ ലോകത്തിലെ എല്ലാ തർക്കങ്ങളും അവിടെ അവസാനിക്കുന്നു. വിമർശിച്ചവർക്ക് മുന്നിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ മികച്ച പോരാളിയായി, ദ അബ്സല്യൂട്ട് ഗോട്ടായി അയാൾ സിംഹാസനത്തിലിരിക്കുന്നു. എത്ര തന്നെ തളർന്നാലും എത്ര തന്നെ വീണാലും അയാൾ വീണ്ടും തിരിച്ചു വരും.